വിജയ് ദ വാട്ടർ കൺസൾട്ടന്റ്. ഇത് നമ്മൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ നമ്മൾ ഒരു പുതിയൊരു വാട്ടർ പ്യൂരിഫയർ നമ്മളൊരു ഫ്ലാറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നതാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ്. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയ ഫ്ലാറ്റാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം വാട്ടർ പ്യൂരിഫയർ. ഇവിടെ കിച്ചണിലാണ് നമ്മൾ പ്യൂരിഫയർ വെച്ചിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ സാധാരണ വാട്ടർ പ്യൂരിഫയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ മുകളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അറിയാലോ, നമുക്ക് വീടുകളിലാണെങ്കിലും ശരി ഫ്ലാറ്റുകളിലാണെങ്കിലും ശരി എല്ലാം കബോർഡുകൾ ചെയ്യണം. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വാട്ടർ പ്യൂരിഫയർ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സിങ്കിൻ്റെ അടിയിൽ വെക്കാവുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മോഡലാണ്. LED ഡിസ്പ്ലേ എല്ലാം വരുന്നൊരു മോഡലാണ്. ബ്ലാക്ക് കളറിലും ഇത് അവൈലബിൾ ആണ്, വൈറ്റ് കളറിലും അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഒരു പ്രീ ഫിൽട്രേഷൻ യൂണിറ്റ് വരും, ഒരു 10 മൈക്രോൺ. ഇതിലുള്ള ഫിൽറ്ററെല്ലാം ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിലാണ് വരും. ഇതിൽ നമുക്ക് RO ടെക്നോളജി, അതുപോലെ വെള്ളത്തിലെ ബാക്ടീരിയകളെ അറിയാനായിട്ടുള്ള ടെക്നോളജി ഉണ്ട്. ഫിൽറ്റർ വരുന്നുണ്ട്, സെഡിമെന്റ് ഫിൽറ്റർ വരുന്നുണ്ട്, അതുപോലെ pH ന്യൂട്രൽ ആക്കാനായിട്ടുള്ള ടെക്നോളജിയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, അതുപോലെ ഫിൽട്രേഷൻ നടക്കുമ്പോൾ തെളിയുന്ന ഒരു ബ്ലൂ കളർ ലൈറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു പ്രഷർ ടാങ്ക് ഉണ്ട്. ഇത് 16 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ബോഡിയിൽ വരുന്ന പ്രഷർ ടാങ്കാണ്. ഇതിലേക്കാണ് വെള്ളം സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാങ്ക് ഫുൾ ലൈറ്റ് നമുക്ക് കാണും. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രം അഴിച്ചേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വെള്ളം പ്യൂരിഫൈഡ് ആയിട്ടുള്ള ടാങ്കിൽ ഓറാവും. ഇതിൽ നിന്നും നമുക്ക് ഇവിടെ സിങ്ക് ഇതാണ്. ഇവിടെ നിന്ന് ബോൾ അടിച്ചിട്ട് ഇത് ഒരു പൈപ്പ് ആയിട്ട് വരും. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് തന്നെ LED ബോർഡിൽ നമുക്ക് മാത്രം. ഓക്കെ, അപ്പോൾ തുറന്ന് നമുക്ക് കുടിക്കാൻ വെള്ളം ഈ ഒരു പ്രദേശം വാട്ടർ പേരിൽ നമുക്ക് എന്തുണ്ടാവും, പ്രഷറിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനുള്ള വർക്കിംഗ് വരുന്നത്. നമുക്ക് ഇൻവെർട്ടറിൻ്റെയും ടീ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് ഇൻപുട്ട് വാട്ടർ ബോർവെൽ വെള്ളം ഉപയോഗിച്ച് നമുക്ക് എടുത്ത് ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ TDS ഒക്കെ കാണാം. ഇപ്പോൾ ഓക്കെ, നമുക്ക് പ്യൂരിഫൈഡ് വാട്ടറിൻ്റെ TDS ഇപ്പോൾ 9 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 9 TDS ആയിട്ടുണ്ടെങ്കിലും ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത അസിഡിക് ആവില്ല. കാരണം നമ്മൾ പ്യൂരിഫയറിൽ pH ബൂസ്റ്റർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൽക്കലൈൻ നേച്ചറിലുള്ള വെള്ളം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വാട്ടർ പ്യൂരിഫയറുകൾ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ വിജയ് വാട്ടർ കൺസൾട്ടന്റ് ഞാൻ